കുട്ടായി എന്നല്ല. ആരാ വണ്ടി കടത്തോട്ട്? സാറാമ്മയിലാണ് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാ സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണങ്കാരനെ മൂക്ക് കൊത്തിയതാണ്. നീ വേഗം ബ്ലോക്ക് ചെയ്യ്. വണ്ടിയിലേക്ക് കയറോ? സോറി സാർ. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഓമന നേതാവേ ധീരതയോടെ നയിച്ചോളൂ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞവരെ പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ നീ? ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയില്? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത മണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്ക് പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അവന്റെ ഒരു തൊപ്പി. എന്റെ കൈ ധരിക്കുന്നത് ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കുന്നത്. ലോറി ആരെടുക്കും? സാർ എടുക്കും. അബി ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കണ മുതലാളി, സാറ് വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് വാടോ. നമസ്കാരം ഉണ്ടാളിയാ. പോലീസായിരുന്നു. ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം. അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. പാവമാണെന്ന് താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. ഇവൻ പറഞ്ഞു ഇവൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടുവന്നത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. നിനക്ക് സദ്യ ഉണ്ടാൻ വേണ്ടി. ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കും. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ സാർ. കഴിവേറ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. സാർ, CI ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ, ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ, ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ, ഓവർ. സാറ് പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. ഏത് സിസേറിയൻ? എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ? കൈകൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെപ്റ്റിക് ആവണ്ടെന്ന് കരുതി തളിക്കോ. പെട്രോള് മേടിച്ച് കുളിക്കാം. കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിൽക്കാറുണ്ട്. എടാ, നിനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്! ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛന് ഈ പേരെ കിട്ടിയോളാണ് എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരുടെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ, ഉൽപ്പലാക്ഷൻ പുണ്ടരീകാക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ഡേയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ, എവിടൊക്കെയോ ഭജനം ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ, നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. എടാ, നിനക്കറിയോ, 7ാം ക്ലാസ്സിൽ 6ാമത് തവണ ഞാൻ തോറ്റുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ 2ാം കല്യാണത്തിന് ഞാൻ പോയത്.
എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗ പറഞ്ഞിട്ടുള്ളൂ. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചത് അത്ര അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു പരസ്യം. എടാ, പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രി കടയിൽ ഒന്ന് കയറണം. പുതിയത് നോക്കി ഒരു 4-5 കിലോ പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നറിയണ്ടു. എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടി വി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും കണ്ടിട്ടില്ല. മതി, വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട, കൽക്കരിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തയാടാ തന്ത. ഞാൻ കൈ കഴുകിയിട്ട് വണ്ടി എടുക്കാം, നീ കയറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ് വന്നേ. അനിയന്റെ പേരെന്താ? ആറുമുഖൻ. ഒറ്റ ഇടിയ വെച്ചേരും. എടാ, ഒരു മുഖം തേച്ചുണ്ടോടാ എനക്ക്? അറുമുഖം. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ BA പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ. സ്ത്രീധനം എത്ര കൂടിയാലും എനിക്കൊരു പരാതിയുമില്ല. മതി, ഇതിൽ അവള് വീഴും. രാവിലെ തന്നെ കവിത എഴുത്ത് തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുറനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പ് മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പൊരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ടാ? ജാതകപ്രകാരം 20ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനും കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായിപ്പോയി. ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയെന്നെ. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കടന്നില്ലല്ലോ. എനിക്കിത് കേട്. എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം. പിന്നെ പറമ്പി പണിക്കാരെത്തി. പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ ഈ പോട്ടടിയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റ് ആയിരുന്നു ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ? അച്ഛൻ കേക്കണ്ട. തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കൊന്ന് നീട്ടിക്കേ. നിങ്ങളുടെ വാക്യത്ത് അത്രയും നാക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം പോയി. ശങ്കരോ, ഒന്ന് വേഗം പണി തീർക്കണം. നാളെ 1-ാം തീയതിയാ. വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കുവേ. നീ വേണം തള്ളാൻ. കൊള്ളാം. പാർത്ഥസാരഥി ഉള്ളപ്പോ അർജുനേന്ദ്ര മൂപ്പ വേവലാതി. അയ്യോ, ഒരു വേവലാതിയും ഇല്ല. ഞാൻ നിരക്കി വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. നീയും തള്ളിക്കയറാൻ എടുക്കനാ. മനസ്സിലായി മോനെ. എന്നാ പിടിച്ചോ. ഹേയ് ലച്ചാ. നമ്മുടെ അണ്ണനെ അടിച്ചിട്ടടാ. ഓടി വാടാ. ഞങ്ങളുടെ അണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ തിരിച്ചു വരും. ഞങ്ങള് തീർത്തുകളെ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി.
സംഗതി പുലിവാലാവുന്ന തോന്നുന്നത്. സീരിയസാ, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അയ്യോ, താൻ അടിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടോ? ഒളിച്ചു നിന്നല്ലേ ചാമ്പിയത്, ആരും കണ്ടില്ല. കൃഷ്ണനാ ബാക്കിയുള്ളവരൊക്കെ കൈകാര്യം ചെയ്ത്. എന്നാൽ ഇനി മറ്റൊന്നും ആലോചിക്കണ്ട, കൃഷ്ണന്റെ തല കെട്ടിവെക്ക്. അയ്യോ, അവൻ പോലീസിന് പിടി തരണ്ട, എങ്ങോട്ടേലും മാറി നിൽക്കട്ടെ. കൊട്ടേശങ്കർ അവനെ തെരഞ്ഞെടുന്നോളും. അങ്ങനെ ആ ശല്യം തീരും. അല്ല ഞാൻ എന്താ? മണിയപ്പൻ ചത്ത താൻ അകത്ത് പോകേണ്ടി വരും. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്. എന്താ വേണ്ടെന്ന് താൻ തന്നെ തീരുമാനിച്ചു. കൊള്ളാം. ഓടി വന്ന് ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് ഇപ്പോ ഇവൻ ഇവിടുന്ന് പോണം. അതെ, മലയാളത്തിൽ നന്ദി എന്നൊരു വാക്കുണ്ട്, ഇംഗ്ലീഷിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പറയും. അത് വേണം മനുഷ്യനായ. നീ ഇപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ആവണ്ട. പിന്നെ ഞാൻ പറഞ്ഞ കൃഷ്ണന്റെ നന്മയ്ക്കാ. ആ കൊണ്ട് എത്താൻ നീ ജയിലിൽ പോകേണ്ടി വരും. നീയാണല്ലോ അവനെ തലയിൽ പൊളിച്ചത്. അല്ല ഞാനോ? അതൊരു സംശയമാണോ? ഇതാ പറയുന്നത്. അടുത്തിറങ്ങിയാ പിന്നെ അവന് കണ്ണും മൂക്കും കാണുകയില്ല. ഇനിയിപ്പൊ അവൻ രക്ഷപ്പെട്ടാലും അവന്മാര് ഭാരം ചോദിക്കാതിരിക്കില്ല. നിന്നെ മാത്രാണോ ഞങ്ങളെ അവന്മാർ വെച്ചേക്കോ? പകരം ചോദിക്കാൻ വന്നാലേ എന്റെ ശവം വീണട്ടെ നിങ്ങളുടെ മേത്തൊരുന്നുള്ള മണ്ണ് വീഴൂ. അതാ അതിന്റെ ശരി. അത്രയ്ക്ക് പേടിയാണെങ്കിലേ എവിടെങ്കിലും കയറി അടച്ചുപൂട്ടിയിരുന്നു. കൃഷ്ണൻ എങ്ങോട്ടും പോണില്ല. നീയും അമ്മ ഇവിടെ കാലെടുത്ത് വെച്ച പിന്നെ ഇവിടെ ഈ ഗതിയൊക്കെ ഉണ്ടായത്. അതൊന്നും ആരും മറക്കരുത്. എടി, അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നേ, കൃഷ്ണ ഒന്നും സംഭവിക്കാതിരിക്കാൻ കുറെ കാലം ഒന്ന് മാറി നിന്ന് ഈ പുക്കാറൊക്കെ ഒതുങ്ങി കഴിയുമ്പോ തിരിച്ചു പോരുകയും ചെയ്യാമല്ലോ. ഞാനിപ്പോ ഏസയെ കണ്ടിട്ട് വരിക. പാട്ടിക്കാട് ഗുണ്ടായ മണിയപ്പൻ. മോളിനെങ്ങാനും വിളി വന്ന ഉടയമ്പരാന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല. ശത്രുക്കളാണ് തക്കം പാത്ത് നിൽക്കുക നമ്മുടെ നാശം കാണാൻ. ശരിയാമ്മ, ഞാൻ ഇവിടുന്ന് മാറുന്നതാ നല്ലത്. പോലീസും ഗുണ്ടകളും അടിയും വഴക്കും എന്നൊക്കെ പറയുമ്പോ കച്ചവടത്തെ തന്നെ ബാധിച്ചു എന്ന് വരും. അച്ഛനെ ആദ്യം പറഞ്ഞപ്പോ ഒരു വിഷമം തോന്നി, അതാ മടി കാണിച്ചത്. 4-5 വയസ്സ് മുതൽ ഓടിക്കളിച്ചാണെന്ന വീടല്ലേ ഇത്. കരള് പറിച്ചു വേണം പോവാൻ. ഞാൻ പൊയ്ക്കോളാം അച്ഛ. എനിക്കറിയാടാ, ഞാൻ പോകുന്നതില് നിനക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന്. അതെ, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചാണകം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം. ഇതവന് കൊടുത്തേക്കാം. 5000 രൂപയുണ്ട്. കൂടുതലാ സാരയില്ല. 5000 കുലുവ. അവന്റെ 10 ദിവസത്തെ കൂലി തികച്ചുണ്ടോ ഇത്? ഓ, ഇനിയൊന്നും ഇല്ല. വെച്ചിരിക്കട്ടെ. 5010. എടി, അവന് 3-4 വയസ്സുള്ളപ്പോഴേ തെണ്ടി തിരിഞ്ഞ് തള്ളയുടെ കൈയും പിടിച്ച് ഇവിടെ വലിഞ്ഞേറി വന്നപ്പോഴേ നീ ഒറ്റ ഒരുത്ത് കാരണം ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. അന്ന് പോലെ അത് കിട തീറ്റ കിടപ്പ് ഇവിടെ ആയിരുന്നില്ലേ? ചുമ്മാ നടക്കോടി ഇത്. 2 വർഷം കഴിഞ്ഞ് അവന്റെ തള്ള എത്തപ്പോ കുഴിച്ചിടാൻ ചെലവായ കാശ് ഇതൊക്കെ ഏത് കണക്കിലാ പെടുത്തണോ? കളിച്ചു നടക്കേണ്ട പ്രായത്തില് ചാണകക്കൊട്ടയും ചുമന്ന് ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടവനവൻ. നീതി കാക്കുന്ന ഭൂതം പോലെ നിങ്ങൾ ഇതൊക്കെ വെച്ച്